പ്രതീക്ഷിക്കാത്ത നാടകീയമായ രംഗങ്ങളിലൂടെ കടന്നുപോയ 15-ാം ദിവസം മാങ്കൂട്ടം ഒരു ചായ കുടിക്കുന്നുണ്ട്. ചെറുകടിയും കഴിച്ച് മാങ്കൂട്ടം ചായ കുടിക്കുന്നതിലേക്ക് മാത്രം ക്യാമറ കണ്ണുകൾ പോയ ഒരു വൈകുന്നേരം. മൈക്കുകൾ വായിൽ തിരുകിക്കയറ്റി ചോദ്യമുന കൊണ്ട് മാധ്യമപ്രവർത്തകർ മാങ്കൂട്ടത്തിന്റെ ചായ ചൂടിനെ കൂട്ടിയപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ചായ ഊതിക്കുടിച്ച് രാഹുൽ ആ ചൂടിന് ആക്കം കൂട്ടുകയും ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് കേരളക്കര ഒരു കാറിന് പിന്നാലെ പായുന്നതാണ്. ഒടുക്കം ഇനിയും ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മാധ്യമപ്പട രാഹുലിനെ അന്ന് അവിടത്തേക്ക് ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് കണ്ടത് സ്കൂട്ടർ എടുത്ത് പായുന്ന മാങ്കൂട്ടത്തെയാണ്. അതും കഴിഞ്ഞ് രാത്രി കോട്ടയത്തെ ജഡ്ജി അമ്മാവൻ അമ്പലത്തിലും. കോടതി വ്യവഹാരങ്ങളുടെ പേരിൽ പേരുകേട്ട അമ്പലം. ദിലീപും ശ്രീശാന്തും അടക്കം മുൻ മന്ത്രി ആർ ബാലകൃഷ്ണൻ പിള്ളയടക്കം തങ്ങളുടേതായ ആവശ്യങ്ങൾ പറയാൻ പോയ അതേ ജഡ്ജി അമ്മാവൻ അമ്പലം. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഒന്നാമത്തെ കേസ് കോടതി രേഖകൾ ഓരോന്നായി പുറത്തെടുക്കുന്ന ദിവസമാണ്. മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അതിനിർണായകമായ ദിവസം. കോൺഗ്രസിനെ സംബന്ധിച്ചോ എന്ന് ചോദിച്ചാൽ മുരളീധരൻ പറയുന്നത് പോലെ പണ്ടേ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി, അത്രമാത്രം. ഇനി VD സതീശനാണെങ്കിൽ ആ ചാപ്റ്റർ ക്ലോസ്. വന്നിട്ടും പോയിട്ടും ഷാഫി പറമ്പിൽ മാത്രം കോടതിയിലേക്കൊന്ന് ഉറ്റുനോക്കും. പാർട്ടിയിൽ നിന്ന് കിട്ടിയ ശിഷ്യനാണല്ലോ മാങ്കൂട്ടം. ആ അവനിൽ സംഭവിച്ച ഈ വക കാര്യങ്ങളൊക്കെ പാർട്ടി നൽകിയ ഉത്തരത്തിനപ്പുറം ഒന്നും നൽകാതെ ശ്വാസത്തിലൂടെ പോലും ഒരു മറുപടി കൊടുക്കാതെ തന്റെ രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് കടക്കുകയായിരുന്നു ഷാഫി. അതാണ് ഡൽഹിയിൽ പാർലമെന്റിന് പുറത്ത് നടന്ന പ്രതിഷേധം. എന്തായാലും ഇന്നിപ്പോൾ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മുൻകൂർ ജാമ്യം നിഷേധിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വാദം കേൾക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിലപാടറിയിക്കും. രാഹുലിനെതിരായ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും മതിയായ തെളിവുണ്ടെന്നുമാണ് പോലീസിന്റെ വാദം. നേരത്തെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ 2 ആഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നിരുന്നു. കുന്നത്തൂർ മേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയാണ് 15 ദിവസത്തെ ഒളിവ് ജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ ലൈംഗികാതിക്രമ കേസിലും ഉപാധികളോടെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. MLA എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിൽ CPIM BJP പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. മാങ്കൂട്ടം തന്റെ MLA ഓഫീസ് തുറക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. അതേസമയം അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. പോലീസിനാണ് ആദ്യം പരാതി നൽകേണ്ടതെന്നും രാഹുൽ ഹർജിയിൽ പരാമർശിച്ചിരുന്നു. പരാതിക്കാരിയുടെ എല്ലാ ആക്ഷേപങ്ങളിലും തനിക്ക് മറുപടിയുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകാൻ തയ്യാറാണ്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നറിയാം കാര്യങ്ങൾ.